അയ്യപ്പ ശരണം. മാപ്പിള്ളേ, ഇവിടെ പറഞ്ഞതുപോലെ ഒരു വശത്ത് ഹിന്ദു സമൂഹത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ പല ജാതികളായി ജാതികൾക്കുള്ളിൽ തന്നെ വേർതിരിവുകൾ ഉണ്ടാക്കി ഒരു ശ്രമം ബോധപൂർവ്വം നടക്കുന്നു. മറുവശത്ത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു മതപരമായ ധ്രുവീകരണം, ന്യൂനപക്ഷങ്ങൾ ഒരു ഭാഗത്തും ഭൂരിപക്ഷം ഒരു ഭാഗത്തും അണിനിരക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതായിരിക്കുമോ ഭാവി കേരള രാഷ്ട്രീയം? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ യുവാക്കളുടെ കാര്യം പറഞ്ഞു. യുവാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും സ്ത്രീകളെങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കും. കാരണം ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭണ രംഗത്തുണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതും സ്ത്രീകളായിരുന്നു, പുരുഷന്മാരല്ല. സ്ത്രീ വിഷയമാണ് അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെട്ടതെങ്കിൽ പോലും സ്ത്രീകളിൽ നിന്നാണ് എതിർപ്പുണ്ടായത്. ആ സ്ത്രീ വോട്ടർമാർ ആർക്കനുകൂലമായി അണിനിരക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? ആർക്ക് അനുകൂലമായി അണിനിരക്കുമെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ആർക്ക് പ്രതികൂലമായിട്ട് അണിനിരക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായ ഉത്തരമാണ്. ഹൈന്ദവ വിശ്വാസികൾക്ക് ഇപ്പോൾ മനസ്സിനേറ്റ ഈ ക്ഷതവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് നിത്യജീവിതത്തിൽ ഏറ്റുകൊണ്ടിരിക്കുന്ന ക്ഷതങ്ങളും, ഈ പറഞ്ഞ ഓഖിയും പ്രളയവും, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന മക്കൾ ഇപ്പം ഞങ്ങളൊക്കെ ഹൈദരാബാദിലേക്ക് പോയത് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ കിട്ടാത്തത് കൊണ്ട് പോയവരാണ്. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ കൂടി വരുന്നു. കൂട്ടത്തിൽ ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ പുറകോട്ട് പോകുന്നത് കാണുമ്പോൾ സ്ത്രീകൾക്ക് സ്വന്തം കുടുംബം രക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കർമ്മം. അതിൻ്റെ ഒപ്പം അതിൻ്റെ വൈകാരികതയിൽ ആ കുടുംബ സംരക്ഷണം എന്നതിലേക്ക് വളരെ ഡീപ്പായി കണക്റ്റഡ് ആണ് സ്പിരിച്വാലിറ്റി. എനിക്കൊരു കാര്യം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു, എത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, എത്ര ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ തന്നെ ഈശ്വരവിശ്വാസികൾ, അവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ലോകത്ത് തന്നെ വിവിധമായ രാഷ്ട്രങ്ങളിൽ തന്നെ ഈ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയുടെ ക്രൂരത ഏറ്റുവാങ്ങിയവരാണ്. അവരുടെ മതങ്ങൾ, ഇപ്പോൾ ഹിന്ദുക്കൾ ഇവിടെ അനുഭവിക്കുന്നതെല്ലാം ഇവരുടെ മതങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളത് ഈ മാർക്സിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്. അത് മറന്നുപോയിട്ട് അവർ അതിലേക്ക് ധ്രുവീകരണം കൊണ്ടുപോകും എന്നൊരു മണ്ടത്തരം അവർ ചെയ്യുമെന്ന് എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. മതവിശ്വാസികൾ, അതിൽ തന്നെയുള്ള ഈശ്വരവിശ്വാസികളും മതവിശ്വാസികളും, എന്നാൽ അവരുടെ ക്ഷേത്രങ്ങളും ആലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം കോമൺ ഫാക്ടറായിട്ട് ഈ പ്രസ്ഥാനമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കൂടുതൽ ധ്വംസനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന രാജ്യങ്ങൾ മുന്നിൽ മാതൃക എന്നുള്ളപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കളെ മാത്രമേ ദ്രോഹിക്കൂ, ഞങ്ങളെ ദ്രോഹിക്കില്ല എന്നൊരു ഫോർമുല അവരുടെ മനസ്സിൽ ഉരുത്തിരിയാൻ മാത്രം അവർ വണ്ടരാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കെതിരെ നീങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഈ നീങ്ങുന്നവരെല്ലാവരും കൂടെ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് വ്യക്തമായിട്ട് ഇതിനെ ഞാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കണം. പക്ഷേ ഇതിൽ നിന്ന് അകലണം എന്നുള്ളത് എന്നുവെച്ചാൽ സൈദ്ധാന്തികമായി തന്നെ എല്ലാ കൺസർവേറ്റീവ്സ്, എല്ലാ യാഥാസ്ഥിതിക വിശ്വാസങ്ങൾക്കും എതിരാണ്. ഈ പറഞ്ഞ ആർത്തവക്കാരോ അല്ലെങ്കിൽ ചുംബന സമരക്കാരോ ഈ ഈ സോക്കോൾഡ് നവോത്ഥാനം കൊണ്ട് നടക്കുന്ന അനാർക്കിസ്റ്റ്, മാവോയിസ്റ്റ്, ഇൻ്റലക്ച്വൽ ആളുകളോ ആർക്കും ഒരു മതങ്ങളോടും മമതയില്ല. അവരെല്ലാ മതങ്ങളെയും തകർക്കാനുള്ളവരാണ്. അവർക്ക് എല്ലാ മതങ്ങളിലും അവർക്ക് അധികാരങ്ങൾ കാണാൻ പറ്റി. ആ അധികാരങ്ങളിലുള്ളവരെ ഒഴിപ്പിച്ച് ഞങ്ങൾ അവിടെ കയറിയിരിക്കുന്നു സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഈ മറ്റ് മതസ്ഥർ, ഇതര മതസ്ഥർ, ഹിന്ദുക്കൾ കുറേ നാളായിട്ട് നമ്മൾക്ക് സദ്ഗുണവൈകൃതം സംഭവിച്ച് ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് മതസ്ഥർ അത് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഈ മതപരമായൊരു ധ്രുവീകരണത്തിന് പകരം വിശ്വാസികൾ അവിശ്വാസികൾ എന്ന രീതിയിലൊരു ധ്രുവീകരണത്തിന്, അതാണ് പത്മപിള്ള സൂചിപ്പിച്ചത്, അതിന് സാധ്യതയുണ്ടോ? അത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുമോ? പ്രത്യേകിച്ചും വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചതുപോലെ വിശ്വാസികൾ അവിശ്വാസികൾക്കെതിരെ അണിനിരക്കുന്ന ഒരു സാഹചര്യം. വിശ്വാസികൾ അവിശ്വാസികൾ എന്നൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാവും. അതാ പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മാറ്റം വരുത്താവുന്ന ഒരു പ്രബല സമുദായം എന്ന് പറയുന്നത് വിശ്വാസികൾ 100% NSS എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനം അവരെപ്പോഴും തുല്യ അകലത്തിലാണെന്ന് പറഞ്ഞെങ്കിലും സമദൂരം പറയുമെങ്കിലും ശരിദൂരം പറയും അവർ. അതിനൊരു മടിയില്ല അവർക്ക്.
അവർ ശരിവിവരം പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ ചേഞ്ച് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ NSS കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ശക്തമായ ഒരു മാറ്റം രാഷ്ട്രീയ മേഖല ഉണ്ടാകും. അതല്ലാതെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബിഷപ്സ് പറയുന്നതനുസരിച്ച് ക്രിസ്ത്യാനി വോട്ട് ചെയ്യണമെന്നില്ല. അതിന് പ്രത്യേകമുണ്ട്. പണ്ട് കാലത്തൊക്കെ വിമാന സമരകാലത്തൊക്കെ പള്ളിയിൽ ഇടയിലേഖനം വായിച്ച് കോൾമീർ കൊണ്ടവരൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ കോൾമീർ കൊള്ളുന്നവർ കുറവാണ്. അതുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു എന്ന് വിചാരിച്ച് നടക്കില്ല. പക്ഷേ വൈദികർക്കും വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഒരു ബിഷപ്പ് ഒരു നോട്ടീസ് ഇറക്കിയെന്ന് കേട്ടില്ലെങ്കിലും വൈദികർ ചെറിയ അച്ഛന്മാരാണ്. ഈ പള്ളി കേന്ദ്രീകരിച്ച് ഇപ്പം ഞാനിപ്പം പ്രത്യേകം മനസ്സിലാക്കി, ഞാൻ എൻ്റെ അരുത്ര പള്ളി ആ കൊച്ചച്ഛന്മാരൊരു തീരുമാനമെടുത്ത ഒരു 10-200 ചെറുപ്പക്കാർ മരിച്ച കൂട്ടത്തിൽ കാണും. എപ്പോഴും പള്ളി ലൈവാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പണ്ട് ക്രിസ്ത്യാനിയുടെ പള്ളികൾ രാവിലെ ഒരു കുർബാന കഴിഞ്ഞാൽ വെറും തുറന്നു കിടക്കല്ല മനുഷ്യനില്ല. ഇപ്പോൾ എല്ലാ പള്ളികളിലും തന്നെ ലൈവാണ്, രാത്രി ഒരു 8 മണി 9 മണി വരെ. അതുകൊണ്ട് പള്ളിയുടെ സ്വാധീനം വരുന്നുണ്ട്. ഞാൻ ഈ ബിഷപ്പുമാരുടെ സ്വാധീനം എന്നതിനപ്പുറത്ത് ഈ വൈദികരുടെ സ്വാധീനം കൂടുതൽ വന്നാൽ അത് ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ട് വരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ കണക്കിൽ ഇടതുപക്ഷത്തിന് നഷ്ടത്തിന് കണക്കാണ് ആ മേഖല ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ രാഷ്ട്രീയമാണ്, ഒരു ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേക വിലയുണ്ട്. രണ്ടാമത് വേറൊന്ന് വരുന്നത് ആ സമയത്ത് ഇവിടുത്തെ പ്രബല സമുദായങ്ങളുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാനുള്ള നീക്കം എല്ലാവരും നടത്തും. അതിലൊക്കെ ആര് വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ ഇലക്ഷൻ റിസൾട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തർക്കമുണ്ട് പിണറായിയോട്. പക്ഷേ പിണറായി വിജയനോട് തർക്കമുണ്ടെന്ന് പറഞ്ഞാലും VS അച്യുതാനന്ദനോട് തർക്കമില്ല. കുഴപ്പമുണ്ടെന്ന് എവിടെയാണ്? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുമായിട്ട് മറ്റ് പ്രാദേശിക നേതാക്കന്മാർ അവരെല്ലാവരും ശബരിമല പോകുന്നവരാണ്, അവർക്ക് തർക്കമില്ല. അങ്ങനെ വരുമ്പം പ്രാദേശികമായി ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അവിടെ നിൽക്കുന്ന ഇപ്പോൾ ആലപ്പുഴ ഇന്നുണ്ടായിരുന്ന ഇന്ന് എന്നെ വിളിച്ചു. ആലപ്പുഴ മത്സരം നടക്കുകയാണ് ഒരു കൗൺസിലിലേക്ക്. ഒരു കൗൺസിലർ ജോലി പോയതാണ്, രാജിവെച്ചാണ്. ഇലക്ഷൻ നടക്കുക, എന്ത് ചെയ്യണം, ആർക്കോട്ടെ? ഞാൻ നിങ്ങളുടെ അഭിപ്രായമാണ്. ജില്ലാ പ്രസിഡന്റ് വിളിച്ചത്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആളുകൾ. ചെയ്തോളാൻ പറഞ്ഞു. അവിടെ ഇടതുപക്ഷം ജയിക്കാൻ പോവാണ്. അത് വരും. അതായത് അവിടുത്തെ സ്ഥാനാർത്ഥി പ്രത്യേകത ഉണ്ടാകും. സ്ത്രീ അത് പ്രാദേശിക തലങ്ങളിലുണ്ടാകുന്ന അത് ഈ കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇതെല്ലാം പ്രാദേശിക ഇഷ്യൂസല്ലേ വരുന്നത്. കേരളത്തിൽ വരുന്ന പ്രശ്നം അതാണ്. ഇപ്പോൾ BJPയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ശബരിമല ഇഷ്യൂവിൽ BJPക്ക് പ്ലസ് ഇല്ലെന്നുള്ള. BJP പ്ലസ് ഉണ്ട്. പ്ലസ് ഇല്ലെന്നാരും പറയണ്ട, പ്ലസ് ഉണ്ട്. പ്ലസ് ഇല്ലെന്നാരും പറഞ്ഞില്ല. ഇല്ലെന്നെങ്കിൽ ഞാൻ ഇനി അത് എഫക്റ്റ് ചെയ്യണം. കുറേ പ്ലസ് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൂർണ്ണതോതിൽ അത് കൈകാര്യം ചെയ്യാൻ BJP പരാജയപ്പെട്ടു. അത് കാരണം അവരുടെ അകത്തെ ഗ്രൂപ്പും വഴക്കും ആണ് അതിന് കാരണം. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്ന് മാത്രമല്ല, ആദ്യം അവർ നോക്കി നിൽക്കുകയായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വം ഒരിക്കലും ഈ ശബരിമല സുപ്രീം കോടതി വിധിക്ക് എതിരായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് അബദ്ധം പറ്റി. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് അഭിപ്രായക്കാരായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ചിന്ത അത് തന്നെയല്ല. ആദ്യം എല്ലാവരും വിചാരിച്ച സ്ത്രീകൾ മുഴുവൻ, ചെറുപ്പക്കാരികൾ സ്ത്രീകൾ മുഴുവൻ ഇങ്ങോട്ട് ചാടി ഇറങ്ങി വിധി അങ്ങ് സ്വാഗതം ചെയ്യുന്നതൊക്കെയാണ് എല്ലാവരും BJPയും കോൺഗ്രസും കരുതുന്നത്. അയ്യപ്പ ശരണം. BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കേരളത്തിൽ വരികയും ശബരിമല വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും വിശ്വാസികളോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന അവസരത്തിലും അദ്ദേഹം ഇവർ രണ്ടുപേരും പ്രഖ്യാപിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ആ രീതിയിലുള്ള നിലപാട് മാറ്റമോ ഇന്ന് ഉണ്ടായി. അതല്ല ഈ ട്രാൻസ്ലേഷന് സതീശനായിട്ട് കുഴപ്പമുണ്ടായതാ. രാഹുൽ ഗാന്ധി തിരുത്തിയില്ലോ. രാഹുൽ ഗാന്ധി പ്രാദേശികമായി കോൺഗ്രസ് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അഭിപ്രായം മാറിയില്ല. അദ്ദേഹം ശബരിമല വിഷയത്തെ പ്രത്യക്ഷമായി പരാമർശിച്ചതേ ഇല്ല. ഇൻഡയറക്റ്റായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പരാമർശിച്ചതാണ്. ഇവിടുത്തെ കാര്യത്തിൽ ഇവിടെ തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞില്ല. പുള്ളിയുടെ അഭിപ്രായം ചോദിച്ചാൽ പുള്ളി സ്ത്രീ കേട്ടെന്ന് പറയും. വ്യത്യാസമുണ്ട്. അതല്ലേ സത്യം. ശബരിമല
സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ആക്രമണവും പോലീസ് രാജും വരുന്ന തിരഞ്ഞെടുപ്പിനെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരിക്കും. ഈ കാര്യത്തിൽ കോൺഗ്രസ് വേണ്ടത്ര ഉണർവ് കാണിച്ചിട്ടില്ല, ആർജവം കാണിച്ചിട്ടില്ല എന്ന് പരാതി പറയുന്നവരും ആക്ഷേപിക്കുന്നവരും ഉണ്ടാകാം. ശ്രീ PC ജോർജ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ദേശീയ പാർട്ടിയാകുമ്പോൾ അതിൻ്റേതായ ദേശവ്യാപകമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടാകും. ആ ബാധ്യതയും ഉത്തരവാദിത്വവും അനുസരിച്ചാണ് RSSൻ്റെ തന്നെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ഇതിനെതിരായി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി ആദ്യം സംസാരിക്കുകയും പിന്നെ അവരുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രേരണയാലാകാം മറിച്ചു പറയുകയും ചെയ്തത്. RSSന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ല, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുഭാഷ് ഭയ്യ ജോഷി. ഞാൻ പേര് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമില്ല. ഒപ്പം അദ്ദേഹം അടുത്ത വാചകത്തിൽ പറഞ്ഞിരുന്നത്, പക്ഷേ ചില പ്രദേശങ്ങളിൽ അവിടുത്തെ പ്രാദേശിക സ്വഭാവം കണക്കിലെടുത്ത് പരിഗണിച്ച് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും പറഞ്ഞു. അതൊരു സ്ത്രീ പ്രവേശന വിഷയം മാത്രമായി കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്. അല്ല, അതിന് തർക്കിക്കുന്നില്ലല്ലോ, ഞാൻ തർക്കിക്കുന്നില്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അപ്പോൾ എനിക്ക് സംശയം, അല്ല, ഞാൻ സംശയം ഉണ്ടായില്ലോ ഇത് തെറ്റാണെന്ന് പറയാൻ. ഇല്ല, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ മലയാളി ആയതുകൊണ്ടും പൂഞ്ഞാറുകാരനായതുകൊണ്ടും ആവാം ഒരുപക്ഷെ. ഈ കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടിയ ഒരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ എൻ്റെ സ്വാർത്ഥതയാകാം, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ താല്പര്യമാകാം. എന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയതും ഈ യുവതീ പ്രവേശനവുമായിട്ടുള്ള കേസിന് വളരെ ഗൗരവത്തോടുകൂടി പാർട്ടി താല്പര്യങ്ങൾ സൂക്ഷിച്ചും സംരക്ഷിച്ചും ചർച്ച ചെയ്തും സഹായിച്ചും മുന്നോട്ട് വന്നത് കോൺഗ്രസ്സാണ്. 2007 അച്യുതാനന്ദൻ കൊടുത്ത അഫിഡവിറ്റ് മാറ്റിയാലേ ഈ കേസ് ജയിക്കൂ എന്നോട് സംസാരിച്ചത് KK വേണുഗോപാൽ എന്ന ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് അഫിഡവിറ്റ് മാറ്റി കൊടുക്കാൻ പറഞ്ഞത്. ശ്രീ ഉമ്മൻചാണ്ടിയോടും ശ്രീ രമേശ് ചെന്നിത്തലയോടും ഈ ആവശ്യം ഞാൻ ഉന്നയിച്ചു. അവർ ഒരാഴ്ച കൊണ്ട് അഫിഡവിറ്റ് മാറ്റിത്തന്നു. ആ അഫിഡവിറ്റ് മാറ്റി കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് KK വേണുഗോപാലിന് മാറേണ്ടി വന്നത് അറ്റോർണി ജനറലായതിനാൽ. അന്ന് ശ്രീ അഡ്വക്കേറ്റ് അഭിഷേക് മനോജ് സിംഗിയെ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി ചുമതലപ്പെടുത്തിയതും ഞാനായിരുന്നു. അപ്പോൾ അതിനു ശേഷമുണ്ടായ ഒരു മാറ്റം, രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയെ വിളിപ്പിച്ചിട്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യത്തിന് വിട്ടു. ആ താല്പര്യത്തിന് വിട്ട സാഹചര്യത്തിൽ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കൂടി എന്നെ ഇത് കൺവീൻ ചെയ്യാൻ ചുമതലപ്പെടുത്തി. അതിനുശേഷമാണ് എന്നെ തലസ്ഥാനത്തു നിന്ന് മാറ്റുക അടക്കമുള്ള പ്രതിസന്ധികളുണ്ടായത്. പക്ഷേ ഈ കാര്യത്തിൽ കൊടി പിടിക്കാതെ, അക്രമം കാണിക്കാതെ, അരാജകത്വം ഉണ്ടാക്കാതെ, കല്ലെറിഞ്ഞു കൊല്ലുവാനോ തല്ലി തകർക്കുവാനോ ഒന്നും ശ്രമിക്കാതെ പോയ ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തത്. കോൺഗ്രസിൻ്റെ ആ പ്രവർത്തനത്തിന് ആർജവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുമ്പോൾ RSSൻ്റെ താല്പര്യക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ട ആർജവം ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ ഒന്നുണ്ട്, കേരള നിയമസഭയിൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ കയറി പറഞ്ഞില്ലല്ലോ. കേരള നിയമസഭയിൽ ഇതൊരു വിഷയമായി കാണുകയും 6 ദിവസം കേരള നിയമസഭ നിശ്ചലമാക്കുകയും കൂടാതിരിക്കുകയും ഒരു സെഷൻ മുഴുവൻ അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പുള്ളതാണെന്ന് തെളിയിച്ച ഒരു വസ്തുതയാണ്. തുടർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ ഗൗരവമായി അവലോകനം ചെയ്താൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള നിലവിലുണ്ടായ
ചില സ്ഥിതിവിശേഷമാണ്. ആ സ്ഥിതിവിശേഷങ്ങൾ, ഇന്നലകളിലെ സ്ഥിതിവിശേഷങ്ങൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞു. താല്പര്യങ്ങൾ ആർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ താല്പര്യങ്ങൾക്കെതിരായി പറയേണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് ഈ ജഡ്ജിമെൻറ്റ് പൂർണ്ണമായി. ഈ ജഡ്ജിമെൻറ്റ് പൂർണ്ണമായി കഴിഞ്ഞപ്പോഴാണ് നിയമസഭയിൽ അതിനെതിരെ ഉള്ള നീക്കമുണ്ടായത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനമുണ്ടല്ലോ, ആ സമീപനത്തോട് വിശ്വാസി സമൂഹത്തിന് ഒരു പൂർണ്ണമായ പിന്തുണയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു. കേരള നിയമസഭയിൽ ശബരിമല പ്രശ്നം ഒരു പ്രശ്നമായി കണ്ട് ഒരു സെഷനിൽ സഭ കൂടാതിരിക്കുന്നതിന് സഹായിച്ചതും വനിതാ മതിൽ വർഗീയ മതിലാണ് എന്ന് പറഞ്ഞതും മുനീറാണ്, ഡോക്ടർ മുനീർ ആണ്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു താല്പര്യം വിശ്വാസാധിഷ്ഠിതമാണ്. സത്യവിശ്വാസികളാണ് അവരിൽ ഭൂരിപക്ഷവും. ആ സത്യവിശ്വാസികൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുമ്പോൾ എവിടെ നിൽക്കും എന്ന ചോദ്യം അപ്രസക്തമാണ്. പിന്നെയുള്ളത് ഈ ക്രൈസ്തവ വിഭാഗത്തിനും ഈ കാര്യത്തിൽ സ്വമേധയാ അവർ അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും വക്താക്കളല്ല, അവർ വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ഐക്യരൂപ്യം ഉണ്ടാക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ ബാധ്യത. അയ്യപ്പ ശരണം. ഈ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ NSS ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോൾ ക്രൈസ്തവ സഭയുടെ അഭിപ്രായം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് നേരിട്ട് NSS ആസ്ഥാനത്ത് പോയി NSSന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. അതെ, അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അല്ല, അതിനെപ്പറ്റി അതിനൊരു പൂർണ്ണതയുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ശബരിമല വിശ്വാസം എന്ന് പറയുന്നത് ശബരിമല തല്ലിത്തകർത്ത് നശിപ്പിച്ച് അതിൻ്റെ ദേശീയതയോ അന്തർദേശീയതയോ വിശ്വാസമോ തകർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിനുമപ്പുറമുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ശ്രദ്ധയും താല്പര്യവും ഇതിനുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് നാളെ ഇന്നിത് അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിൽ യുവതീ പ്രവേശനത്തിൻ്റേതാണെങ്കിൽ അടുത്തതുണ്ടാകുന്നത് മറ്റൊരു സമുദായത്തിലായിരിക്കും, അല്ല മതത്തിലായിരിക്കും. അത് ഇസ്ലാം മതത്തോടു കൂടി ആയിക്കൂടായിരുന്നില്ല. സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് ബാലപീഡനമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കാൻ ആർക്കാ കഴിയാത്ത? കൊടുക്കില്ല എന്നുള്ളത് അവരുടെ ഐക്യത്തിൻ്റെ മഹത്വം. മറ്റന്നാൾ വരുന്ന ഇത് ഈ കന്യാസ്ത്രീകൾ കുമ്പസരിക്കേണ്ടത് പട്ടം കെട്ടിയ അച്ഛൻ്റെ എന്നാണ് ചോദിക്കുന്നത്. അതെല്ലാം പ്രശ്നമായി വരും എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിൻ്റേതായ ഒരു സംരക്ഷണവും ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു പ്രശ്നമാകും എന്ന വിശ്വാസവും ആ സമുദായങ്ങൾക്കുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രധാനമന്ത്രി ഒരു ഡിക്ലറേഷൻ നടത്തിയില്ല. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ശബരിമലയെ പറ്റി പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന തൽപര കക്ഷികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതിരുന്നു എന്നുള്ളതുണ്ട്. അവിടെ ഇന്നും വസ്തുതകളാണ്. ഇന്നും വിശ്വാസി സമൂഹമായ രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്ന് പറയുന്നതും വസ്തുതകളാകാം. പക്ഷേ പറയേണ്ടത് പറഞ്ഞത് എന്നെക്കൊണ്ട് അഭിഷേക് മനോ സിംഗ്വിയെ അഭിഭാഷകനാക്കിയതും പുനഃപരിശോധനാ ഹർജി ആദ്യം കൊടുത്ത ഒരുവനെന്ന നിലയിൽ വേണ്ടത്ര സഹായവും സംരക്ഷണവും നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിനൊന്നും ഒരു തർക്കവുമില്ല. ഇനിയും വരാൻ പോകുന്ന ഒരു ചോദ്യം, ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് അങ്ങ് പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ. സുപ്രീം കോടതി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, അതിലേക്ക് പോകുന്നില്ല. അല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയേണ്ടത് അങ്ങ് ഒന്ന് കേൾക്കണം. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മതങ്ങളുടെ ആചാര അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമവ്യവസ്ഥ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. 25-26 അല്ലെങ്കിൽ 246(2). ഇതനുസരിച്ച് എന്താ പ്രധാനമന്ത്രി ഒരു ഓർഡിനൻസ് ഇറക്കാത്തത് എന്ന ചോദ്യം ഉദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ശബരിമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഓർഡിനൻസ് ഉണ്ടാക്കിയാൽ, നിയമമാറ്റം ഉണ്ടാക്കിയാൽ നാളെ
ഏകീകൃത സിവിൽ കോഡ് എന്ന നിയമം വരുന്നതിന് അത് പ്രതിബന്ധമാകും. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ കാര്യം വന്നിട്ടും പ്രധാനമന്ത്രി ഒന്നും ചെയ്യാത്തത് എന്നൊരു വ്യാഖ്യാനവും ഉണ്ടായിക്കൂടായികയില്ല. ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പതനത്തിൽ നിന്നും പിടിച്ചു കയറാൻ ശ്രമിക്കുന്നുവെന്ന് ആരും സമ്മതിക്കുമല്ലോ. ആ പിടിച്ചുകയറ്റത്തിൻ്റെ ആർജവം കൂട്ടുന്നതിന് ശബരിമലയുടെ യുവതീ പ്രവേശനത്തിനെതിരായിട്ടുള്ള തീരുമാനങ്ങൾ ഉപകരിക്കും. ഇത് കോടതി വീണ്ടും തള്ളിയാൽ വിശ്വാസി സമൂഹം ഒന്നായിട്ട് വിശ്വാസി സമൂഹത്തെ സംരക്ഷിച്ചാലേ നാളെ മോദിക്കോട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അങ്ങയുടെ വാദഗതികൾ അംഗീകരിക്കവേ തന്നെ നാളിതുവരെ ശബരിമലയിലോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ നടന്ന പ്രക്ഷോഭങ്ങളിലൊന്നും പ്രത്യക്ഷ സമര പരിപാടികളിലൊന്നും കോൺഗ്രസ്സോ കോൺഗ്രസ്സുകാരോ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ ഈ എല്ലാ ദിവസവും ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ RSSകാരെ തല്ലിച്ചതച്ച അവസരത്തിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അവിടെ ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ, എന്നെ പമ്പ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ ശബ്ദം ഇച്ചിരി കൂടിപ്പോയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങ് പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ RSSകാരോട് പറഞ്ഞു ആ കുട്ടിയെങ്കിലും ആശുപത്രിയിലാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ വിശ്വാസി സമൂഹം എടുക്കുന്ന തീരുമാനം വിശ്വാസികളല്ലാത്തവരുണ്ടല്ലോ, മെറ്റീരിയലിസ്റ്റ്, ഭൗതികവാദികൾ, ആ ഭൗതികവാദികൾക്കെതിരാകും. അവ ഭൗതികവാദികൾ വിചാരിച്ചാലും ശബരിമല തകർക്കാൻ പറ്റില്ല എന്ന ഒരു സന്ദേശവും അതിൻ്റെ ഒരു റിസൾട്ടുമായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. അടുത്ത സർഗം അടുത്ത ദിവസം ഇതേ സമയം.